കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തലസ്ഥാന ജില്ലയിൽ പരക്ക പൊട്ടിത്തെറി. ചിറയൻകീഴ് മണ്ഡലം കോർ കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം കെപിസിസി ജനറൽ സെക്രട്ടറി രമണി പി നായർ രാജിവെച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി എം.ജെ. ആനന്ദും രാജിവെച്ചു. പലയിടത്തും റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തർക്കം തലസ്ഥാന ജില്ലയിൽ വലിയ പൊട്ടിത്തെറിയിലേക്കാണ് നീങ്ങുന്നത്. കെപിസിസി ജനറൽ സെക്രട്ടറി രമണി പി നായർ ചിറയൻകീഴ് മണ്ഡലം കോർ കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി എം.ജെ. ആനന്ദും പദവികൾ രാജിവെച്ചു. ആനന്ദ് എം. വിൻസെന്റ് MLA-ക്കെതിരെ ഫേസ്ബുക്കിൽ പ്രതിഷേധിച്ച് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിനെതിരെ പലയിടത്തും റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തി. ഉള്ളൂർ വാർഡിൽ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹി ജോൺസൺ തങ്കച്ചൻ റിബൽ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. യുവാക്കൾക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ, എന്നെ തന്നെയാണെന്നല്ല ഞാൻ പറയുന്നത്, ആരെങ്കിലും ഒരാൾക്ക് ഒരു അവസരം തരും, ജനങ്ങളുമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾ യുവാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം അട്ടിമറിച്ച് വീണ്ടും പഴയതുപോലെ തന്നെ മറ്റൊരാൾ എത്തുകയാണ്. അപ്പോൾ അതിനൊരു പ്രതിഷേധമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. മണ്ണന്തല വാർഡിലും യൂത്ത് കോൺഗ്രസ് നേതാവ് ഷിജിൻ കെ ജയൻ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ കോൺഗ്രസിന് മറ്റൊരു സ്ഥാനാർത്ഥി ഇതുവരെയും ആരും പ്രഖ്യാപിച്ചിട്ടില്ല, കോൺഗ്രസ് പ്രസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ 2 പേരുകൾ ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 പേരുകളും തള്ളി വീണ്ടും പഴയ സ്ഥാനാർത്ഥി തന്നെ കൊടുത്തതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിപ്പോൾ എനിക്ക് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ലായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു നേതാവിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നേതാവിൻ്റെ പേരും തള്ളിയിട്ടാണ് ഈ 30 വർഷം കൊണ്ട് നിൽക്കുന്നവരുടെ പേര് വീണ്ടും വന്നത്. അതുകൊണ്ടാണ് ഞാൻ നിൽക്കാൻ തീരുമാനിച്ചത്. സമാനമായ തർക്കം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുകയാണ്. കല്ലറ ബ്ലോക്കിലും തർക്കം തുടരുന്നു. പെരിങ്ങമല പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അടക്കം നിരവധി ഭാരവാഹികൾ രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.